ഹലോ നമസ്കാരം. ഇത് ഓഫേഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ല, ഒരു ബോധവൽക്കരണ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പല സാധനങ്ങളും നമ്മൾ എല്ലാവർക്കും അറിയുന്നത് അതിൻ്റെ ബ്രാൻഡ് നെയിം വെച്ചിട്ടാണ്. ഇപ്പോൾ സോപ്പ് പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന സർഫാണ്. അതേപോലെ ഇപ്പോൾ ഫാബ്രിക് കണ്ടീഷണർ കംഫോർട്ട്, നീലെന്ന് പറയുമ്പോൾ ഉജാല. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ബ്രാൻഡ് ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. അപ്പോൾ അതേപോലെയാണ് കായം. കായം എന്ന് പറയുമ്പോൾ 10-40 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു LG എന്നുള്ളൊരു ബ്രാൻഡാണ് തോന്നുന്നു എല്ലാവരും വിശ്വസിച്ച് വാങ്ങുന്നത്. അതിൽ തന്നെ ഇപ്പോൾ കായം പൗഡറുണ്ട്, ബാറും ഉണ്ട്. പക്ഷെ എല്ലാവരും വിശ്വസിച്ച് വാങ്ങുന്നത് ബാറാണ്. യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ പൗഡർ ആണെങ്കിലും സാമ്പാറിലൊക്കെ ഇടാൻ നമ്മളിപ്പോൾ എല്ലാവരും വാങ്ങുന്നത് ബാറാണ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് LG കായത്തിൻ്റെ 2 ബാറ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുകയാണെന്ന് അറിയില്ല, അതിൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ഒറിജിനലാണ്. സാധാരണ ഒരാൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഏതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കും, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ഞാൻ കണ്ടത്, ഒന്നിന് ഹോളോഗ്രാം 2 സൈഡിലുണ്ട്. ഇതാണ് ഒറിജിനൽ. ഇതിൻ്റെ ഹോളോഗ്രാം ഒരു സൈഡിലേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവർ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചെന്ന് അറിയില്ല, ചെയ്യുമ്പോൾ 2 സൈഡും ചെയ്യായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലൊരു QR കോഡ് ഉണ്ട്. ഓക്കെ, സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്യാൻ LG ഒഫീഷ്യലി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സിലെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ LGയുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ഒറിജിനലിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പറും പ്ലേസ് ആണെന്ന് തോന്നുന്നു എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫൈഡ് ആണോ ഇല്ലയെന്ന് കാണിക്കും. പിന്നെ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ ഒരു 2-3 എടുത്തു കഴിഞ്ഞാൽ ഈ QR കോഡിൻ്റെ അവിടെ ഉള്ള ഒരു കോഡ് സെയിം ആയിരിക്കും. പക്ഷേ ഒറിജിനലിൻ്റെ 2-3 എടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും കോഡ് വേറെ വേറെ ആയിരിക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഡിഫറൻസ് നിങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ മെഗാമാർട്ടിൽ നിന്നല്ലാതെ നിങ്ങൾ എവിടെ നിന്നൊക്കെ സാധനം വാങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കായ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാക്കും, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും നിങ്ങൾ വർഷങ്ങളായിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യുക.